ദീപ്തി നായർ എറണാകുളത്തെ നല്ലൊരു തറവാട്ടിലെ 22 വയസ്സുള്ള പെൺകുട്ടിയാണ്. തറവാടിന്റെ മഹിമയൊന്നും അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. അവൾക്ക് അവളുടെ മുത്തശ്ശനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുത്തശ്ശൻ എപ്പോഴും പറയും, പെൺകുട്ടികൾ സ്വന്തം കാലിൽ വേണം നിൽക്കാൻ. അതിനാൽ അവൾ സ്വന്തമായി ജോലി ചെയ്ത് കാശുകൊണ്ട് ജീവിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. മുത്തശ്ശന്റെ മരണശേഷം അവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. വീട്ടുകാർ എതിർത്തതുകൊണ്ടുതന്നെ അച്ഛനോടും അമ്മയോടും വഴക്കായി വീട് വിട്ടിറങ്ങി. അവൾ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു. ഒറ്റക്കാണ് അവൾ താമസിക്കുകയാണ്. നല്ല രീതിയിൽ സാലറി കിട്ടുന്നതുകൊണ്ടുതന്നെ അവൾ സേവ് ചെയ്യാൻ തുടങ്ങി. സഹപ്രവർത്തകരിലുള്ള പുരുഷ കേസരികളിൽ ചിലർ അവളെ പ്രപ്പോസൽ ചെയ്തെങ്കിലും അവൾ അതിലൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല. ഒരു വർഷം കൊണ്ടുതന്നെ അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടുതന്നെ അവൾ HLHR ഡിപ്പാർട്ട്മെന്റിൽ പ്രമോഷൻ കിട്ടി. സാലറിയും കൂടി. ഓഫീസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പൊതുവെ ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തതുകൊണ്ടുതന്നെ അവൾ തന്റെ കീഴിലുള്ളവരെ അവൾ വർക്ക് പ്രഷർ നൽകിക്കൊണ്ടിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞു പുറത്തു വന്നാൽ അവൾ നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടുതന്നെ അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ നിന്നും അമ്മ വിളിക്കുമായിരുന്നെങ്കിലും അവൾ കോൾ കട്ട് ചെയ്ത്. ഒരു ദിവസം രാത്രി 10:30 സമയം അവളുടെ കാർ നിയന്ത്രണം തെറ്റി റോട്ടിൽ നിന്നും താഴെയുള്ള കാട്ടിലേക്ക് മറിഞ്ഞു. രാത്രി ആയതുകൊണ്ടുതന്നെ ആ സമയം അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ അവളുടെ ബോധോദം മറയുന്ന സമയം അവളുടെ മുഖം കണ്ടു. എവിടെ വച്ചൊക്കെയോ കണ്ട മുഖം. പതിയെ ബോധം മുഴുവനും പോയി. അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്. അവൾ കണ്ണു തുറന്നു നോക്കി. തൊട്ടടുത്തു ഒരു 60 മുതൽ 65 വരെ തോന്നിക്കുന്ന മുടിയൊക്കെ നരച്ചു ഒരാളിരിക്കുന്നു. അതെ, ബോധം മറയും മുൻപ് അയാളുടെ മുഖമാണ് ദീപ്തി കണ്ടത്. അവളുടെ നെറ്റിയിലും കൈയിലും ചെറിയ മുറിവുകളേ ഉള്ളൂ. അവൾ എഴുന്നേൽക്കാനായി തുടങ്ങിയപ്പോൾ, വേണ്ട മോളെ, കിടന്നോളൂ. അങ്കിളാണല്ലേ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആണ് മോളെ, മോളുടെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞേക്ക്. അവൾ അല്പം മൗനം പാലിച്ചു. എന്തുപറ്റി? ഒന്നുമില്ല. വീട്ടുകാരുമായി അത്രയ്ക്ക് രസത്തിലൊന്നുമല്ല. അതിനെന്താ ഈ അവസ്ഥയിലാണെന്നറിഞ്ഞാൽ അവർ വരില്ലേ? വരും, എന്നാലും അത് വേണ്ട. അല്ലേലും അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സാരമായ പരുക്കേ ഉള്ളൂ. മോൾക്ക് വേറെ വേദനയോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. അങ്കിളിന്റെ പേരെന്താ? കേശവൻ. മോളുടെ? ദീപ്തി. മോൾ എവിടെ പോയതായിരുന്നു? ഒരു ബർത്ത്ഡേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഓ, അപ്പോഴേക്കും ഡോക്ടർ വന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ആക്കി. അയാൾ ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവന്നു. അവളും മോളെ, എന്താ ഞാൻ പോകട്ടെ? അങ്കിളിനോടൊരു കാര്യം പറയാൻ മറന്നു. എന്താ മോളെ? താങ്ക്സ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയിരുന്നു. എന്താ മോളെ കരയുന്നത്? ഒന്നുമില്ല. പിന്നെന്തിനാ മോള് കരയുന്നത്? എനിക്കിപ്പോൾ ആരുമില്ലെന്ന് തോന്നി, അതാണ് കരഞ്ഞത്. ഹോ, അതാണോ? എത്ര വലിയ കാര്യം. അങ്കിളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തും സംഭവിച്ചേനെ. ദൈവം സഹായിച്ചു, ഒന്നും പറ്റിയില്ലല്ലോ. എന്നാൽ ഞാൻ. അങ്കിളൊന്ന് നിൽക്കണേ. എന്താ മോളെ? അവൾ അവളുടെ പേഴ്സിൽ നിന്നും 2 രൂപ എടുത്തു അയാളുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. അയാൾ ഞെട്ടിക്കൊണ്ട്, മോളെ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല. അങ്കിളെ, എന്റെ ഒരു സമാധാനത്തിനു വേണ്ടിയാണോ? ഇത് വച്ചോളൂ. എന്നാലും മോളെ, പ്ലീസ്. ശരി മോളെ. അല്ല, അങ്കിൾ എവിടാ താമസിക്കുന്നത്? എവിടുന്നു? 2 കിലോമീറ്ററുണ്ട്. ഓക്കെ, കാണാം. ശരി. അയാൾ നടന്നാകലുന്നതുവരെ വാതിലിന്റെ അടുത്തു തന്നെ നിന്നു അയാളെ നോക്കി. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് നന്നായി കിടന്നുറങ്ങി. പിറ്റേന്ന് ജോലിക്ക് പോയില്ല. അത് കഴിഞ്ഞു ജോലിക്ക് പോകാൻ തുടങ്ങി. വൈകുന്നേരം തിരികെ വരുമ്പോൾ അവൾ പിന്നെയും അയാളെ കണ്ടു. അവളുടെ ആക്റ്റീവ റോസിന്റെ സൈഡിൽ നിർത്തിട്ടു. അങ്കിളേ, അങ്കിളേ. അയാൾ തിരിഞ്ഞു നോക്കി. മോളോ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഓക്കെയാണ്. നന്നായി. വാ അങ്കിളേ, ഒരു ചായ കുടിക്കാം. ശരി മോളെ. അവരുടെ തൊട്ടടുത്ത് ഒരു ചായകട ഉണ്ടായിരുന്നു. അവർ അവിടേക്ക് കയറി. ചായയും കടിയും കുടിച്ചു. ഓരോരോ വിശേഷം പറഞ്ഞിട്ട് അവർ അന്ന് പിരിഞ്ഞു. പിന്നീടൊക്കെ അവൾ അയാളെ കാണുമ്പോൾ ചായ കുടിക്കാൻ കൂടുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല സൗഹൃദമായി. ഒരു ദിവസം അവൾ അയാളെ കാണുന്നത് ഒരു ഇടവഴിയിൽ വച്ചായിരുന്നു. അവൾ വണ്ടി നിർത്തിട്ട്, എന്താ അങ്കിളെ, എവിടെ? ഇവിടെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ എന്നെ ക്ഷണിക്കുന്നില്ലേ? മോള് വാ. അവൾ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അയാളുടെ കൂടെ പോയി അവർ നടക്കാൻ തുടങ്ങി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കളും ഭാര്യയുമൊക്കെ? അവർക്കൊന്നും എന്നെ വേണ്ട, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. ഇപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന രീതിയിലുള്ള വീടിന്റെ അടുത്തെത്തി.
മോളെ, ഇതാണെന്റെ വീട്. ആ വീടിന്റെ താഴ്വശത്തുകൂടി ഒരു തോടുമുണ്ടായിരുന്നു. അതിൽ നിറയെ വള്ളവുമുണ്ട്. ഇതൊക്കെ കണ്ട ദീപ്തിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്ഥലം. കൊള്ളാം, നല്ല അംബിയൻസ്. മോളെ, ഒന്ന് നിന്നാൽ കട്ടനിട്ട് തരാം. ഓക്കെ. മോളിന്നാൽ അകത്തേക്ക് വാ. അയാൾ കതക് തുറന്നു അകത്തേക്ക് കയറി. പിറകെ അവളും കയറി. ഒരു പഴയ തടി കസേര ചൂണ്ടിക്കാണിച്ചിട്ട്, മോളെ, അതിലിരുന്നോളൂ. അവൾ കസേരയിലിരുന്നു. ആകെ 2 റൂമേ അവിടെയുള്ളൂ. അയാൾ പെട്ടെന്ന് പോയി കട്ടൻ കാപ്പിയിട്ട് കൊണ്ടുവന്നു. അവൾ അത് കുടിച്ചുകൊണ്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഉള്ളേരിയല്ലേ മോളെ? പോരാത്തതിന് മരങ്ങളും മറ്റുമുള്ളതല്ലേ, അതുകൊണ്ടാ. ശരിയാ. എനിക്കിങ്ങനെയൊരു സ്ഥലം ഇവിടെ കിട്ടിയായിരുന്നേൽ സൂപ്പറായിരുന്നു. ആഹാ, എല്ലാരും സിറ്റിയിൽ പോയി താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മോളോ? അതെന്താണെന്നാൽ എന്റെ സ്ഥലം എറണാകുളമാണ്. എവിടെയും ജോലി ചെയ്യുന്നത് സിറ്റിയിലും, അതുകൊണ്ട് ഭയങ്കര ബോറാണ്. അത് ശരിയാ. അയാൾ തമാശ രൂപേണ പറഞ്ഞു. എന്നാൽ മോളൊരു കാര്യം ചെയ്യ്, ഇവിടെ വന്നു താമസിച്ചോ. സൗകര്യം ഇച്ചിരി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്. അതും പറഞ്ഞു അയാളും അവളും ചിരിച്ചു. മോളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒന്ന് ചിരിക്കുന്നത്. എനിക്കും തോന്നി മുത്തശ്ശ. മോൾക്കെപ്പോൾ വേണേലും ഇങ്ങോട്ടേക്ക് വരാം. താങ്ക്സ്. അയാളുടെ സംഭാഷണം കേട്ടപ്പോൾ അവൾക്കയാൾ നല്ല മനുഷ്യനാണെന്ന് തോന്നി. അവൾ കട്ടൻ കുടിച്ചു കഴിഞ്ഞിട്ട് അവൾ അവളുടെ പേഴ്സിൽ നിന്നും 1000 രൂപ അയാൾക്ക് നേരെ നീട്ടി. അയ്യോ മോളെ, ഇതൊന്നും വേണ്ട. ഞാൻ തരുന്നതല്ലേ, ഇത് പിടിച്ചേ. അവൾ ബലമായി അയാളുടെ കയ്യിൽ വെച്ചുകൊടുത്തു. എന്നാലും മോളെ, ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ തരുന്നതല്ലേ, അത് സാരമില്ല. മോളുടെ ഇഷ്ടം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, കാണാം മോളെ. ടാറ്റ കാണിച്ചിട്ട് അവൾ അവിടെ നിന്നും തിരികെ പോയി കാറിൽ കയറി വീട്ടിലേക്ക് ചെന്നു. അവളുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. അവൾ ഒരു നീല ഷർട്ടും ബ്ലാക്ക് ഷോർട്ട്സും ഇട്ടു. വെളുത്തിട്ട് അല്പം തടിച്ച ശരീരപ്രകൃതമാണ് അവൾക്ക്. അതിനാൽ അവളുടെ മുലകൾ ടീഷർട്ടിന് മുകളിൽ തള്ളി നിൽക്കുകയാണ്. ഇപ്പോൾ 24 വയസ്സായെങ്കിലും 36 സൈസാണ് അവളുടെ മുലകൾ. അവൾ നടക്കുമ്പോൾ ഷർട്ട്സിന് മുകളിൽ കൂടി അവളുടെ കുണ്ടികൾ തെറിക്കുന്നത് നല്ലതുപോലെ കാണാൻ കഴിയും. അവൾ കാറും എടുത്തോണ്ട് ഒരു ഹോട്ടലിൽ കയറി കുറച്ച് ആഹാരമൊക്കെ വാങ്ങിയിട്ട് അവൾ നേരെ അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ മുൻവാതിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കതകിൽ മുട്ടി. അയാൾ വന്നു കതക് തുറന്നു. അവളുടെ വേഷവിധാനം കണ്ടിട്ടറിയാതെ അല്പനേരമൊന്ന് നോക്കി നിന്നെങ്കിലും പെട്ടെന്നു, ആ മോളോ? എന്താ മോളെ ഈ സമയത്ത്? അങ്കിളിന് ആഹാരം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ആ, കേറി വാ മോളെ. അവൾ അകത്തേക്ക് കയറിയിട്ട് ആഹാരം അയാൾക്ക് നേരെ നീട്ടി. അയാളത് വാങ്ങി കസേരയിൽ വെച്ചു. മോള് കഴിച്ചോ? ഇല്ല, അങ്കിളിന്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ വാ, കഴിക്കാം. അവിടെ പഴയൊരു ഡെസ്കുണ്ട്, അതിലേക്ക് ആഹാരം എടുത്തു വെച്ചു. അവൾ നോക്കിയപ്പോൾ അവിടെ ഡെസ്കിന്റെ താഴെ ഒരു കുപ്പിയിരിക്കുന്നു. മദ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. ചെറുചിരിയോടെ. മദ്യസേവ ഉണ്ടല്ലേ? ഇലിഫ്യതയോടെ അയാൾ അത്. മോളെ, ഒറ്റക്കായതുകൊണ്ടു? ഓരോന്നോർത്തു സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മോളെ. അപ്പോൾ ഡെയിലി അടിയുണ്ടോ? ഇപ്പോൾ ശീലമായി. ഓഹോ, ഇനി ആരുമില്ലെന്ന് തോന്നൽ വേണ്ട, ഞാനുണ്ട്. അയാൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിയിരുന്നു. എന്താ ഒരു മൗനം? ഏയ്, ഒന്നുമില്ല. എന്നാലും അവൾ ചെറുചിരിയോടെ, ആ കുപ്പിയിലെ സാധനം വേണോ? കിട്ടിയാൽ കുടിക്കും. എന്നാൽ ആയിക്കോട്ടെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലേ? അങ്കിളിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. കുടിച്ചോ. ഹോ, നല്ല മോള്, ചക്കര മോള്. പിന്നൊരു കാര്യം, കുടിച്ചിട്ട് അലമ്പുണ്ടാക്കിയാൽ ഞാൻ സ്പോട്ടിൽ തിരിച്ചുപോകും. പിന്നെ വരത്തതുമില്ല. മോൾക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ആരോടും ഒരു പ്രശ്നത്തിനും പോകുന്ന ആളല്ല. അതാണ് വേണ്ടത്. എന്നാൽ മുത്തച്ഛൻ കുടിച്ചോ? ശരി മോളെ. അയാൾ സന്തോഷത്തോടെ സാധനമെടുത്തു ടേബിളിന്റെ മുകളിൽ വച്ചിട്ട് ഗ്ലാസും വെള്ളവും എടുത്തോണ്ട് വന്നു. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പടന്നു അടിച്ചു. എന്നിട്ട് ആഹാരം 2 പേരും കൂടി കഴിച്ചു. അതിന്റെ കൂടെ തന്നെ അയാൾ മദ്യവും കഴിച്ചു. ആഹാരം കഴിച്ചിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. കൂടെ തന്നെ അയാളും ഇറങ്ങി വന്നു. മോളെ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? മോള് കുടിക്കുമോ? ആ, കുടിക്കും. ബിയർ. അടിപൊളി. എന്താ? പെൺകുട്ടികൾ കുടിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ആ, ഇനിയൊരിക്കലാകാം. എന്നാൽ ശരി, ഞാൻ പോകട്ടെ. ശരി മോളെ. ഗുഡ് നൈറ്റ് അങ്കിൾ. ശരി. അവളുടെ കൂടെ തന്നെ അയാളും വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. വണ്ടിയിൽ കയറി അയാൾക്ക് ടാറ്റയും കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവൾക്കയാളെ ഭയങ്കര ഇഷ്ടമായി. പിറ്റേന്ന് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ അവൾ വീണ്ടും വന്നു. അവളുടെ കയ്യിൽ ഒരു കവറുമുണ്ടായിരുന്നു.
വീട്ടിന്റെ വാതിൽ തുറന്നുകിടക്കുകയാണ്. അയാൾ അടുക്കളയിൽ പാചകത്തിലായിരുന്നു. അവൾ നേരെ വീട്ടിനുള്ളിൽ കൂടി അടുക്കളയിലെത്തി. തിരിഞ്ഞു നിന്നു പാചകം ചെയ്യുന്ന അയാളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ആ മോള് വന്നോ? എങ്ങനെ മനസ്സിലായി? ഇവിടെ വേറെ ആര് വരാനാണ്? അവൾ കൈകൾ മാറ്റി. ഇന്ന് അവളുടെ വേഷം ഷോർട്ട്സും ടീഷർട്ടുമായിരുന്നു. എന്താ കവറിലുള്ളത്? അങ്കിളിനും എനിക്കും ബിയർ വാങ്ങിയതാ. ഹോ, സത്യമാണോ? എന്നാൽ പൊട്ടിക്ക്, തുടങ്ങിയേക്കാം. മധു തന്നെ ബീറിന്റെ അടപ്പ് കടിച്ചൂരി. എന്നിട്ട് അവൾക്ക് നേരെ നീട്ടി അതവൾ വാങ്ങി. ഒരെണ്ണം എടുത്തു പൊട്ടിച്ചു. അവൾ കുടിക്കാൻ തുടങ്ങി. അയാളും കുടിക്കാൻ തുടങ്ങി. അച്ചാറും തൊട്ടു നക്കിക്കൊണ്ട് രണ്ടുപേരും ഒരു ബോട്ടിൽ തീർത്തു. അവൾക്ക് ചെറുതായി തലയ്ക്ക് പിടിച്ചു. അയാളുടെ പാചകവും അപ്പോഴേക്കും കഴിഞ്ഞു. രണ്ടുപേരും അടുത്ത ബിയറും എടുത്തുകൊണ്ടു വീട്ടിന് വെളിയിലേക്കിറങ്ങി. നല്ല നിലവെളിച്ചമുണ്ട്. അവൾ അയാളോടായി പറഞ്ഞു. നമുക്കാ തൊടിന്റെ കരയിലേക്ക് പോകാം. പോകാം. അവൾ മുന്നേ നടക്കനും അയാൾ പിറകെയും നടക്കാൻ തുടങ്ങി. തൊടിന്റെ സൈഡിലുള്ള പാറയിൽ രണ്ടുപേരും കൂടി ഇരുന്ന് കുടിച്ചു. അതിന്റെ പകുതിയായപ്പോൾ അവൾ, എനിക്കീ തോട്ടിൽ കുളിക്കണം. മോളെ, അരവരെ വെള്ളമുണ്ട്. മോള് കുളിച്ചോ? എന്റെ കയ്യിൽ വേറെ ഡ്രസ്സില്ല. തോർത്തും മുണ്ടുമൊന്നുമില്ലേ? ഉണ്ട്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയാളുടെ ഒരു ഒറ്റമുണ്ടും തോർത്തും എടുത്തോണ്ട് വന്നു. അവളുടെ കണ്ണുകൾ കുഴയുന്നതായി അയാൾ കണ്ടു. അവൾ മുണ്ട് വാങ്ങിയിട്ടു. അയാളെ നോക്കി. അയാൾ, മോളെ, ഇവിടെ ആരും വരത്തില്ല. മോൾ ഡ്രസ്സ് മാറിക്കോ, ഞാനിപ്പോൾ വന്നേക്കാം. പോകല്ലേ, എനിക്കൊറ്റയ്ക്കിവിടെ നിൽക്കാൻ പേടിയാണ്. എന്നാൽ ശരി മോളെ. അവൾ മുണ്ടെടുത്തു. ആദ്യം അരക്ക് ചുറ്റും ചുറ്റിയിട്ട് തിരിഞ്ഞു നിന്നു. ഷോർട്ട്സും പാൻറ്റീസും താഴേക്ക് വലിച്ചൂരി. പിന്നെ മുണ്ട് വീണ്ടും അഴിച്ചിട്ട് തോളിലൂടെ ചുറ്റിക്കൊണ്ട് ടീഷർട്ട് ആദ്യം ഊരി. മധു അറിയാതെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി. അവൾ ബ്രായുമൂരി പാറയിൽ തന്നെ വെച്ചു. എന്നിട്ട് മുലകച്ച കേട്ടുന്നതുപോലെ മുണ്ട് കെട്ടിവെച്ചു. ഇനി ഞാൻ ഇറങ്ങട്ടെ? ഇറങ്ങിക്കോ മോളെ. അവൾ വെള്ളത്തിലേക്കിറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനു. അവൾ നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങിട്ട് പൊങ്ങി വന്നു നിന്നപ്പോൾ അവളുടെ മുലകളിലേക്ക് മുണ്ടൊട്ടി കിടന്നിട്ട് മുലഞ്ഞിട്ട് നല്ലതുപോലെ തെളിഞ്ഞു വന്നു. ആ കാഴ്ച കണ്ട കിഴവന്റെ കുണ്ണ പതിയെ പൊങ്ങാൻ തുടങ്ങി. അവൾ 2 മുതൽ 3 വരെ പ്രാവശ്യം വെള്ളത്തിൽ അങ്ങനെ ചെയ്തു. അങ്കിൾ ഇറങ്ങുന്നില്ലേ? ഇല്ല മോളെ. നല്ല തണുപ്പുണ്ടോ? അതുകൊണ്ട് നല്ല സുഖം തോന്നുന്നു. അയ്യോ, ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ? കേൾക്കും, നല്ല തണുപ്പായതുകൊണ്ടാണ്. എന്നാലും വാ. അവളുടെ കൊഞ്ചൽ കണ്ടപ്പോൾ അയാൾക്ക് പോകാതെ വയ്യ എന്ന അവസ്ഥയായി. വരാം, പക്ഷെ എനിക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല. ബാക്കിയുള്ളത് കഴുകിയിട്ടിരിക്കുക. അതിനെന്താ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ. എനിക്കൊരു കുഴപ്പമില്ല, ഒന്ന് വന്നാൽ മതി. എന്നാൽ ശരി. അയാളുടെ ഷർട്ടൂരി പാറയിൽ വട്ടുമുണ്ടുമൂരി അവിടേക്ക് വെച്ചു. അയാളിപ്പോൾ ഒരു ജട്ടി മാത്രം ഇട്ടൊണ്ട് നിന്നു. ആ സമയം അവൾ ജട്ടിയുടെ മുഴുപ്പിലേക്ക് നോക്കിപ്പോയി. അവിടെ മുൻഭാഗത്ത് തടിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവളുടെ നോട്ടം മാറ്റി. അയാളുടെ ജട്ടിയൊക്കെ ഒന്നൂടെ വലിച്ചിട്ടിട്ട് വെള്ളത്തിലേക്കിറങ്ങി. ഒന്ന് മുങ്ങി നിവർന്നു. നല്ല തണുപ്പുണ്ടല്ലേ? അവൾ വെള്ളം തേവി അയാളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചു. അയാളും അങ്ങനെ തിരിച്ചു ചെയ്തു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വെള്ളത്തിൽ കുറേ സമയം കളിച്ചു. എന്നിട്ട്, മോളെ, നമുക്ക് കയറാം. ആ. അയാളും അവളും കൂടി അവിടെയുള്ള പാറയിലേക്ക് കയറിയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ബിയറും കുടിച്ചു. അയാൾ ജട്ടി മാത്രമാണ്. അവൾ കൈ പിറകിലേക്ക് കുത്തിയാണിരിക്കുന്നത്. അവൾ ശ്വാസം വിടുമ്പോൾ അവളുടെ മുലകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട അയാളുടെ കുണ്ണ ജട്ടിക്കുള്ളിൽ തല പൊക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ കണ്ടത്, അവൾ മുലക്കച്ചയായി ഉടുത്തിരുന്ന മുണ്ട് കുറച്ച് അഴിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുലയെ, മോളെ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ആ ശരി അങ്കിൾ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം കുഴഞ്ഞതായിരുന്നു. അവിടെ നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. അയാൾ എണിറ്റു. അവളുടെ അടുത്ത് തന്നെ അല്പം മാറി നിന്നോണ്ട് ജട്ടി അല്പം താഴ്ത്തിട്ട് കുണ്ണ വെളിയിലേക്കിട്ടിട്ട് മൂത്രമൊഴിച്ചിട്ടു. തിരിഞ്ഞു നിന്നോണ്ട് കുണ്ണയൊന്നു കുടഞ്ഞു. ആ സമയം അവൾ അറിയാതെ അങ്ങോട്ടേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു. അവൾ ഫിറ്റായിരുന്നെങ്കിലും ആ കാഴ്ച കണ്ട അവളുടെ നെഞ്ചോന്ന് കാളി. ആദ്യമായാണ് ഒരാളുടെ കുണ്ണ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ തന്നെ അത് അകത്തേക്കിടുന്നതുവരെ നോക്കി നിന്നു. അയാൾ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. അയാൾ വീണ്ടും അടുത്തു വന്നിരുന്നു. ഓരോന്ന് പറയാൻ തുടങ്ങി. അതിനൊക്കെ മറുപടി പറയുമ്പോഴും അയാൾ അറിയാതെ നോക്കുന്നത് അയാളുടെ ജട്ടിയുടെ മുഴച്ചു ഭാഗത്തേക്കാണ്. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. അയാൾ അവളോട് പറഞ്ഞു, മോളെ, നമുക്കകത്തേക്ക് പോകാം. നിൽക്ക അങ്കിളെ, മഴ നനയാം. അയ്യോ, അത് വേണോ? ഞാൻ ഇതുവരെയും എങ്ങനെ മഴ നനഞ്ഞിട്ടില്ല, അതുകൊണ്ടാ, പ്ലീസ്. ഓ ശരി ശരി. അവളുടെ ദേഹത്തേക്ക് മഴവെള്ളം വീണപ്പോൾ തുള്ളിച്ചാടാനും ഡാൻസ് കളിക്കാനും തുടങ്ങി. അവൾ തുള്ളിച്ചടുമ്പോൾ അവളുടെ ശരീരഭാഗങ്ങൾ തെറിക്കുന്നുണ്ട്.
അയാൾ ഇതൊക്കെ നോക്കി നിന്നോണ്ട് കുണ്ണയിൽ ഞെരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഇടിയും മിന്നലും വന്നത്. അവൾ പേടിച്ചു വിറച്ചോണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. അയാളും അവസരമെന്നത് മോളെ അകത്തേക്ക് പോകാം. ആ പോകാം. വെള്ളത്തിൽ കൂടുതൽ സമയം ചിലവഴിച്ചതുകൊണ്ട് തന്നെ അവളുടെ കെട്ടിവിട്ടു. അവൾ നിന്നു വിറക്കുകയാണ്. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കൊണ്ടുപോയി. അയാൾ ഒരു തോർത്തു എടുത്ത് ഉടുത്തിട്ട് അടുക്കളയുടെ വെളിയിലെത്തിയിട്ട് ഒരു തോർത്തു എടുത്ത് അവൾക്ക് നേരെ നീട്ടി. മോളെ തല തോർത്തു പണി പിടിക്കും. അവൾ തോർത്തു വാങ്ങി തലത് തോർത്തിട്ട് അടുക്കള വാതിലിന്റെ വെളിയിൽ നിന്നു. അപ്പോഴാണ് അവളുടെ കാര്യമോർത്തത്. അവളുടെ ഡ്രസ്സ് പാറയുടെ പുറത്തിരിക്കുകയാണെന്ന കാര്യം. അയ്യോ അങ്കിളെ പണി പാളി. എന്താ മോളെ? എന്റെ ഡ്രസ്സാ പാറയുടെ പുറത്തിരിക്കുകയാണ്. അയ്യോ ശരിയാണല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയാൾ ഓടിപ്പോയി അയാളുടെ മുണ്ടും അവളുടെ ഡ്രസ്സും എടുത്തോണ്ട് വന്നു. മോളെ ഇതൊക്കെ നനഞ്ചല്ലഞ്ചല്ലോ. ഷോ ഇനി എന്തു ചെയ്യും? ശരിയാണല്ലോ. അങ്കിളിന്റെ മുണ്ടോ ഷർട്ടും ഉണ്ടോ? മോളെ എല്ലാം കഴുകിയിട്ടിരിക്കുക. ഒരു ഷർട്ട് മാത്രമുണ്ട്, അതിന് ഇറക്കമുണ്ട്. ഷർട്ടെങ്കിൽ ഷർട്ട് ഞാൻ വിറക്കുക. ഞാൻ എടുത്തോണ്ട് വരാം. അയാൾ പോയി ഒരു ഷർട്ട് എടുത്തോണ്ട് വന്നു അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി അല്പം മാറി ചായപ്പിൽ നിന്നോണ്ട് മുണ്ടഴിച്ചു മാറ്റിട്ട് തോർത്തുകൊണ്ട് ദേഹം തുടച്ചു. എന്നിട്ട് അയാൾ തന്ന ഷർട്ട് എടുത്തു ഇട്ടു. അവളുടെ ഡ്രസ്സ് പിഴിഞ്ഞു അയയിലിട്ടു. മഴയുടെ ശക്തി കൂടി വരികയാണ്. അവൾ അകത്തേക്ക് കയറി. മോളെ എങ്ങനെ പോകും? ശരിയാണ്. അങ്കിളിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ. മോളുടെ ഇഷ്ടം. അവൾ വന്നു റൂമിലുള്ള കസേരയിലിരുന്നു. ഷർട്ട് മാത്രം ഇട്ടതുകൊണ്ടു അവളുടെ തുടകളുടെ വെളുപ്പും കഴുപ്പും നോക്കി അയാൾ ഇരുന്നിട്ട്. മോളെ ബാക്കിയിരിക്കുന്ന ബിയർ വേണോ? ആ എടുക്ക്, നല്ല മൂഡ്. അയാൾ വീണ്ടും ബിയർ പൊട്ടിച്ചിട്ട് അവൾക്ക് കൊടുത്തു. ഒരെണ്ണം അയാളും അടിച്ചു. അവൾ വീണ്ടും ഫിറ്റായി. മോളെ കിടക്കണ്ടേ? ആ. അയാൾ പായ വിരിച്ചു, തലേണയും വെച്ചു. മോളെ കിടന്നോ? അവൾ കസേരയിൽ നിന്ന് മെണിച്ചു. ഭിത്തിയിൽ പിടിച്ചു പായിലേക്ക് വന്നു കിടന്നു. അയാൾ കതകൊക്കെ ലോക്ക് ചെയ്തിട്ട് അയാൾ വന്നു കസേരയിലിരുന്നു. അവളെ നോക്കി. അവൾ ഫിറ്റായതുകൊണ്ട് കാലുകൾ മടക്കിച്ചരിഞ്ഞാണ് കിടക്കുന്നത്. അവളുടെ വെളുത്ത വലിയ നിതബങ്ങൾക്കിടയിലൂടെ പൂവ് കാണാൻ കഴിയുന്നുണ്ട്. അയാൾ അത് കണ്ടിട്ട് കസേരയിൽ നിന്നും താഴേക്കിറങ്ങി അവളുടെ സമീപത്തേക്ക് വന്നിരുന്നു. അയാൾ ഉടുത്തോരുന്ന തോർത്തു അഴിച്ചു മാറ്റിട്ട് അയാളുടെ കറുത്ത കുണ്ണയിൽ പിടിച്ചു ഒന്ന് തൊലിച്ചിട്ട് കൈകൊണ്ടു അവളുടെ കുണ്ടിയിലൊന്ന് തലോടി. അവളിൽ നിന്നും യാതൊരു പ്രതികരണവുമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ അവളുടെ പൂവിലൊന്നു തൊട്ടു. പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ തിരിഞ്ഞത്. ഇപ്പോൾ മലർന്നു കിടക്കുകയാണ്. അവളുടെ ചുവന്ന ചുണ്ട് കണ്ട അയാൾ അങ്ങോട്ടേക്ക് നീങ്ങി കൊതിയോടെ അതിലേക്ക് ഉമ്മ വച്ചു. പതിയെ അയാളുടെ വായിൽ വെച്ച് ഉറിഞ്ചുകൊണ്ടു അവളുടെ ഷർട്ടിന്റെ പുറത്തു. ഈ കഥയുടെ 2ാം ഭാഗം വേണം എന്നുള്ളവർ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.